ഹലോ നമസ്കാരം, വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. നമ്മൾ പുതിയൊരു ഹോം ടൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണത്തിൽ വിപരീതമായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിൽപ്പനയ്ക്കായിട്ടുള്ള ഒരു പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു വില്ല പ്രൊജക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് എന്ന നഗരത്തിൻ്റെ തിരക്കുകളൊന്നും ബാധിക്കാത്ത ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാറി തൃശ്ശൂർ കാഞ്ഞാണി ഹൈവേയിൽ ഒളരിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടാണ് ഈ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലെ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ സ്ലോ പ്രൂഫോട് കൂടി മോഡേൺ സ്റ്റൈലിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് എലിവേഷൻ. 6.84 സെൻറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂം ഉൾപ്പെടെ 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വീടിൻ്റെ വിസ്തീർണം. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ ഒരേ സമയം 2-3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. എൽ ഷേപ്പിലാണ് ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു സ്പേസിൽ 1-2 ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ കഴിയും. മെയിൻ ഡോറായിട്ട് ഡബിൾ ഡോർ കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് നേരെ കാണുന്നത് ഒരു പൂജാ സ്പേസാണ്. ഇതിനെ നമുക്ക് വാങ്ങുന്ന ആളുടെ അഭിരുചിക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ വിശാലമായിട്ടൊരു ഹാളിലേക്ക് കയറിയൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചുമര് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാഡിംഗ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ എലിവേഷൻ ഭംഗി കൂട്ടാനായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫിൽ പർഗോളയും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം സൺലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് പോകാം. ഈ ഒരു വീടുള്ളത് സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് സെയിലിനുള്ളത്. ലിവിങ് ഏരിയയിൽ ഒരു വലിയ കോർണർ സോഫയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് TV യൂണിറ്റിൻ്റെ സ്ഥാനം. TV യൂണിറ്റിൻ്റെ പുറകിലായിട്ട് വാൾപേപ്പർ കൊടുത്തിരിക്കുന്നു. റൂഫിൽ ജിപ്സം ബോർഡ് സീലിംഗ് ചെയ്തിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഇതിനെല്ലാം സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ്. 6 സീറ്റർ മുതൽ 10 സീറ്ററിൻ്റെ വരെ ഡൈനിങ് ടേബിൾ കൊടുക്കാൻ പറ്റിയ സൈസിലുള്ളൊരു ഡൈനിങ് ഏരിയയാണിത്. ഈ ഒരു ഭാഗത്ത് ചുമരിൽ ചെറിയ നിഷസുകളും ഷോക്കേസിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ അപ്പുറത്തായിട്ടാണ് കോമൺ വാഷ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കോമൺ വാഷ്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണുള്ളത്. ആ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ജസ്റ്റ് ഒന്ന് കാണാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഇവിടെ ചെറിയൊരു ഫാമിലി സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിച്ചണിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. വുഡൻ ആൻഡ് ബ്ലാക്ക് തീമിലാണ് കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ടേബിൾ ടോപ്പായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ഏരിയ സെറ്റ് ചെയ്യാം കേട്ടോ. അതുകൂടാതെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുക. ഈ ഒരു ഭാഗത്തും ഗ്രില്ലെല്ലാം കൊടുത്ത് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ സ്റ്റെയർ കേസിന് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ഏതൊക്കെയാണെന്നറിയോ? ത്രെഡായിട്ട് കൊടുത്തിട്ടുള്ളത് വുഡാണ് കേട്ടോ. അതായത് ചവിട്ടുന്ന ഭാഗത്തിനാണ് ത്രെഡ് എന്ന് പറയുക. ഹൈറ്റിലുള്ള ഭാഗത്തിന് റേസർ എന്നാണ് കേട്ടോ പറയുക. അത് റേസർ ഇവിടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിന് വുഡ്, ഗ്ലാസ്, സ്റ്റീൽ മിക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ. ഈ ഒരു സൈഡിലായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്സ്റ്റെയർ ലിവിങ് ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ആയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. അത് ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇതൊരു കിഡ്സ് ബെഡ്റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയൊരു ക്യൂൻ സൈസ് ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 ഷട്ടറുള്ള കബോർഡും ഇവിടെയും ചെറിയൊരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 6282202312.
എല്ലാ ഏരിയയിലും മനോഹരമായിട്ട് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് റൂഫ് ഹൈറ്റ് വരെ കബോർഡുകളുടെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് മാസ്റ്റർ ബെഡായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയും ഒരു ക്യൂൻ സൈസിലുള്ള ഒരു ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബെഡിൻ്റെ ഹെഡിൻ്റെ പോർഷനിൽ വാൾപേപ്പർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. റൂഫിൽ ജിപ്സം ബോർഡ് സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൗൺ ലൈറ്റ്സും കോവ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരാക്കിയിട്ടുണ്ട് ഈ റൂം. കോട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് വലിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വാക്കിംഗ് ക്ലോസറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ വലിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലൈഡിങ് ഡോറുകളാണ് കബോർഡുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ്. അപ്പോൾ വിൽപ്പനയ്ക്കുള്ള ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. 6.84 സെൻറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂം ഉൾപ്പെടെ 3000 സ്ക്വയർ ഫീറ്റിലധികമാണ് വീടിൻ്റെ വിസ്തീർണം. അതുപോലെ തന്നെ അയ്യന്തോൾ കളക്ടറേറ്റും കോടതിയൊക്കെ 1 കിലോമീറ്റർ ദൂരത്താണുള്ളത് കേട്ടോ. 3 ഹോസ്പിറ്റലുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, മറ്റ് ആരാധനാലയങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ എല്ലാം ഈ ഒരു വീടിൻ്റെ വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത ഹോം ടൂറിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.